ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടേത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുള്ള പൂ പോലെ മൃദുവായ പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പാലപ്പം കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. മാവരച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ഉടനെ നമുക്കിത് ഇതുപോലെ പൂ പോലുള്ള പാലപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. സാധാരണ നമ്മൾ മാവ് തലേന്ന് രാത്രി അരച്ച് വെച്ചതിന് ശേഷമാണല്ലോ അപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. പക്ഷേ അതേ രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരികുകളൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പാലപ്പം നമുക്ക് മാവരച്ച് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. പാലപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി റൈസാണ്. ഞാനത് 1 ഗ്ലാസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഉള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ ഒരു കണക്കിലാണ് ഞാൻ പറയുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു ഇഡ്ഡലി റൈസ് നല്ലതുപോലെ 3-4 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം കുതിരാനായിട്ട് വെക്കാം. ഞാനിവിടെ ഇപ്പം നമ്മുടെ അരി കുതിരാനായിട്ട് ഏകദേശം 4 മണിക്കൂറോളം വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത്രയും ടൈം ഇല്ല എങ്കിൽ ഇളം ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമ്മുടെ അരി കുതിർന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി വന്നിട്ട് നമ്മൾ രാത്രിയിൽ ഈ അരി കുതിരാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് അരച്ചുടനെ തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് അപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈസ്റ്റാണ്. ഞാനിവിടെ ഡ്രൈ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു 1/4 ടേബിൾ സ്പൂണോളം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ആക്റ്റീവ് ഈസ്റ്റാണ് എടുക്കുന്നതുണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഇളം ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ വന്നാൽ നമ്മുടെ ഈസ്റ്റ് ചത്തുപോകും. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. ഏകദേശം ഞാൻ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ഈ ഒരു ഈസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് ഫെർമെൻ്റ് ആയിട്ട് വരട്ടെ. അപ്പോഴത്തേക്കിനും ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ അരിയും നല്ലതുപോലെ കുതിർന്ന് കിട്ടും. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. ഇപ്പം ഏകദേശം 4 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരി നല്ലതുപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റും ഫെർമെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അരി ഒന്ന് കുതിർന്ന് വരുന്ന ടൈം മാത്രം മതി നമുക്ക് അപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി ഇത്രയും 4 മണിക്കൂർ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അരി കുതിർന്ന് കിട്ടും. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ആദ്യം നമ്മൾ കുതിർത്തിയെടുത്ത അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഫെർമെൻ്റ് ആവാൻ വെച്ചിരുന്ന ഈസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം നമ്മൾ എടുത്ത ഗ്ലാസിൻ്റെ ഒരു 1/4 ഗ്ലാസോളം തേങ്ങ ചിരകിയതാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അരി എടുത്ത ആ ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് ചോറ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചോറിന് പകരം നമുക്ക് കുതിർത്തിയെടുത്തിട്ടുള്ള അവിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസിനെയും മുകളിൽ നിൽക്കത്തക്ക രീതിയിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത്രത്തോളം വെള്ളം നമുക്ക് മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ്. നമ്മൾ ഈ അഡീഷണലി 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പത്തിൻ്റെ അരികു വശമൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. ഓപ്ഷണലാണ്, ആവശ്യമില്ലാത്തവർക്ക് ഇത് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ മാവ് ഞാൻ നല്ലതുപോലെ ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ സാധാരണ അപ്പത്തിൻ്റെ മാവ് അരച്ചെടുക്കുന്ന രീതിയിലാണ് ഇത്രയും വരെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയാണ് നമ്മുടെ മാവ് പെട്ടെന്ന് ഫെർമെൻ്റായി കിട്ടാനുള്ള ആ ഒരു ടെക്നിക്ക് ചെയ്യുന്നത്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇതേ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് പെട്ടെന്ന് എങ്ങനെയാണ് ഫെർമെൻ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അപ്പത്തിൻ്റെ മാവ് 10 മിനിറ്റ് കൊണ്ട് ഫെർമെൻറ്റ് ചെയ്തെടുക്കാനായിട്ട് കുക്കറിനുള്ളിലാണ് വെക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒരുപാട് തിളച്ച വെള്ളമാണെങ്കിൽ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് വെന്തു പോകും. അപ്പോൾ ഒരു ഇളം ചൂടുവെള്ളത്തിലും ഒരു മീഡിയം ചൂടിലുള്ള വെള്ളം നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത ആ മാവിൻ്റെ പാത്രം അതോടുകൂടി നമ്മൾ കുക്കറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മാവ് എത്ര
എത്ര ലെവലിൽ ആ ഒരു പാത്രത്തിനുള്ളിലുണ്ടോ ആ ലെവലിൽ എത്തത്തക്ക രീതിയിൽ കുക്കറിനുള്ളിൽ ചൂടുവെള്ളവും അത്രത്തോളം തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമാണ് പെട്ടെന്ന് ഫെർമെൻറ്റേഷൻ നടക്കുകയുള്ളൂ. ഇനി നമുക്ക് കുക്കർ വിസിലോട് കൂടി തന്നെ ഇതുപോലെ അടച്ച് ഒരു 10 മിനിറ്റ് നേരം വെച്ചിരിക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ കുക്കറിനുള്ളിൽ ആ ചൂടുവെള്ളം കൊണ്ട് നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ ഫെർമെൻ്റായി കിട്ടും. വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു രീതിയിൽ പാലപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ തലേന്ന് രാത്രിയിൽ അരച്ച് വെച്ചിട്ട് ചുട്ടെടുക്കുന്ന ആ ഒരു സോഫ്റ്റ്നെസ്സോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു രീതിയിലും പാലപ്പം തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ മാവ് നല്ലതുപോലെ ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ തലേന്ന് രാത്രി അരച്ച് വെക്കുന്ന കണക്ക് ആ ഒരു മാവ് പൊങ്ങിയൊന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഞാൻ അപ്പം ചുട്ടെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നമ്മുടെ മാവ് ഫെർമെൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. അതല്ല, ഇനി നിങ്ങൾക്ക് നല്ലതുപോലെ മാവ് പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഈ 10 മിനിറ്റ് എന്നുള്ളത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നല്ലതുപോലെ പൊങ്ങി തന്നെ കിട്ടും നമ്മുടെ മാവ്. ഇപ്പം ഞാൻ തവിക്ക് കോരി ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കുക്കറിലേക്ക് വെച്ച ടൈമിൽ നമ്മുടെ മാവ് നല്ല ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിരുന്നു. ഇപ്പം നമ്മുടെ മാവ് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് നമ്മൾ പാലപ്പത്തിന് തയ്യാറാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ മാവ് ഉപയോഗിച്ചിട്ട് പാലപ്പം ഒന്ന് ചുട്ട് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ പാലപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലൊന്ന് ചൂടായതിന് ശേഷം കുറച്ചൊന്ന് ഓയിൽ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. കാസ്റ്റ് അയണിലായതുകൊണ്ടാണ്. നോൺ സ്റ്റിക്കിൻ്റെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഓയിലിൻ്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. അത് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് പാലപ്പത്തിൻ്റെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ആവശ്യത്തിനുള്ള മാവ് നമുക്ക് അപ്പത്തിൻ്റെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഏകദേശം ഇവിടെ ഒരു 1.5 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അരികൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പാലപ്പം നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ലൈവായിട്ട് തന്നെ കാണാനായിട്ട് കഴിയും. നല്ലതുപോലെ ബബിൾസുകളൊക്കെ തന്നെ നമ്മുടെ പാലപ്പത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുന്നില്ലേ എത്ര സോഫ്റ്റ് ആണെന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്ക് ഇതുപോലൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുവരെയും പാലപ്പം തയ്യാറാക്കി ശരിയാവാത്തവരും അതുപോലെ തന്നെ തുടക്കക്കാരുമൊക്കെ ഈ ഒരു രീതിയിൽ പാലപ്പം തയ്യാറാക്കി നോക്കൂ. ഒരു സൂപ്പർ ടിപ്പ് തന്നെയല്ലേ, 10 മിനിറ്റിനുള്ളിൽ മാവ് തയ്യാറാക്കി 10 മിനിറ്റിനുള്ളിൽ നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം കിട്ടുന്നത്. നോക്കിക്കേ എത്ര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പാലപ്പമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. ഇതിൻ്റെ കൂടെ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂവോ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂവോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. സാധാരണ എല്ലാവർക്കും പാലപ്പം ഒന്ന് തയ്യാറാക്കിയെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കറക്റ്റായിട്ട് കിട്ടാറില്ല. അപ്പം നമ്മൾ ഇത്രയും ഈസി ആയിട്ട് മാവ് തയ്യാറാക്കി 10 മിനിറ്റിനുള്ളിൽ ഇത്രയും പൂ പോലെയുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.